Hello everyone, welcome to English Flight. ഇന്ന് നമ്മൾ preposition of place എന്താണെന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ നേരത്തെ തന്നെ നമ്മൾ എന്താണ് preposition of time എന്ന് ഓൾറെഡി പഠിച്ചിരുന്നു. അപ്പോൾ അതിൽ കണ്ട സെയിം prepositions ആയിട്ടുള്ള in, on, at തന്നെയാണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ preposition of placeൽ എന്താണ് in, on, at എന്നീ ഒരു മൂന്ന് വ്യക്തികളുടെയും റോൾ എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് in എന്ന് നമുക്ക് നോക്കാം. in എന്നതിൻ്റെ മീനിങ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അകത്ത് അല്ലെങ്കിൽ ഉള്ളിൽ എന്ന മീനിങ് ആണ്. ഇൻ ദ കാർ, ഇൻ ദ ബോക്സ് എന്നിങ്ങനെയാണ് മീനിങ് വരുന്നത്. ഇനിയിപ്പോൾ സെൻറ്റൻസ് എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഷീ ഈസ് ഇൻ ദ കാർ, അവൾ കാറിനുള്ളിലാണ്. കോയിൻസ് ആർ ഇൻ ദ ബോക്സ്, നാണയങ്ങൾ ബോക്സിനുള്ളിലാണ്. സോ ഇങ്ങനെയാണ് ഇൻ എന്നതിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, ഉള്ളിൽ അഥവാ അകത്ത്. നെക്സ്റ്റ് വരുന്നതാണ് ഓൺ. ഓൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുകളിൽ അല്ലെങ്കിൽ മീതെ, അതായത് ഒരു വസ്തുവിൻ്റെ മീതെ ഇരിക്കുന്നതിനെയാണ് നമ്മൾ ഓൺ യൂസ് ചെയ്യുന്നത്. ഓൺ ദ ടേബിൾ, ഓൺ ദ ചെയർ. ഇപ്പോൾ സെൻറ്റൻസ് എക്സാമ്പിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദ കപ്പ് ഈസ് ഓൺ ദ ടേബിൾ, കപ്പ് ടേബിളിന് മുകളിലാണ്. ഷീ ഈസ് സിറ്റിംഗ് ഓൺ ദ ചെയർ, അവൾ കസേരയുടെ മുകളിലാണ് ഇരിക്കുന്നത്. സോ ഇങ്ങനെയാണ് ഓൺ വരുന്നത്. ഫൈനലി വരുന്ന നമ്മുടെ ലാസ്റ്റ് മെമ്പറാണ് അറ്റ് എന്ന് പറയുന്നത്. അറ്റിന് എക്സാക്റ്റ് മീനിങ് വരുന്നത് നമ്മുടെ മലയാളത്തിലെ ഇൽ എന്ന മീനിങ് ആണ്. ഇൽ, അതായത് സ്കൂളിൽ, വീട്ടിൽ, കടയിൽ അങ്ങനെയുള്ള ഇൽ വരുന്ന മീനിങ് ആണ് നമ്മൾ അറ്റിന് കൊടുക്കുന്നത്. ഷീ ഈസ് അറ്റ് ദ സ്കൂൾ, അവൾ സ്കൂളിലാണ്. ഹീ ഈസ് അറ്റ് കോളേജ്, അവൻ കോളേജിലാണ്. സോ ഇൻ, ഓൺ, അറ്റ് എന്ന് പറയുമ്പോൾ പ്ലേസിൻ്റെ കാര്യത്തിൽ ടൈം യൂസ് ചെയ്തതിനേക്കാൾ കൂടുതൽ ഈസി ആയിട്ടാണ് നമ്മൾ പ്ലേസിൽ ഇൻ, ഓൺ, അറ്റ് എന്ന പ്രപ്പോസിഷൻസ് യൂസ് ചെയ്യുന്നത്. സോ ഹോപ്പ് ദിസ് ക്ലാസ് ഈസ് എൻജോയിങ് ഫോർ യു. താങ്ക് യു.